അല്ല, അത് വളരെ അതിന് അതിശയോക്തിപരമായി പറയല്ലേ. എവിടെയാണ് CPM മിനിങ്ങാന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ആഴ്ചകളായി CPM പോലൊരു പാർട്ടിയിൽ CPM തീരുമാനിക്കാതെ ആരെങ്കിലും പ്രചരണത്തിന് ഇറങ്ങിയെങ്കിൽ അതും പുതിയ കീഴ്വഴക്കമാണ്. അതുപോലെ കോൺഗ്രസിന്റെ എത്രയോ പേരുടെ ചുവരെഴുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അതെന്താ അത് മാത്രം കാണാത്തത്? ഈ കൊല്ലം പട്ടണത്തിൽ ബിന്ദുകൃഷ്ണയുടെ കണ്ടില്ലേ? പിന്നെ കരുനാഗപ്പള്ളിയിൽ CR മഹേഷിനെ കണ്ടില്ലേ? കുണ്ട്രെ PC വിശ്വനാഥിന്റെ കണ്ടില്ലേ? പിന്നെ എന്തിനാ അങ്ങനെ ഒരു ആ കണ്ണോടുകൂടി കാണുന്ന ഇത് മാത്രം കുഴപ്പമെന്ന്? കൊട്ടാരക്കര ആയിഷ പോറ്റിയുടെ സിറ്റിംഗ് MLA ആയിട്ടാണോ? പത്തനാപുരത്ത് തുടങ്ങിയില്ലേ? അന്നേരം അത് നിങ്ങൾ ആ നിലയിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ളതാണ്. CPM മിനിങ്ങാന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മിനിങ്ങാന്ന് ഇതുമായിട്ടുണ്ടായി. കോൺഗ്രസ് ഒരു ദിവസവും കൂടെ എടുത്തു, 24 മണിക്കൂറിനാവെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി തന്നെ ഏകദേശം 70 സ്ഥാനാർത്ഥികളുടെ തീരുമാനമായിട്ടുണ്ട്. ആ പ്രക്രിയ മുന്നോട്ട് പോകുന്നു. ലീഗ് പോലൊരു പാർട്ടി ഇന്നെല്ലാം പ്രഖ്യാപിക്കാൻ പോകുന്നുള്ളൂ. ലീഗിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുന്നിൽ കയറി വന്നു എന്നുള്ളത് അപ്രതീക്ഷിതമായിപ്പോയി. അതിൻ്റെ ഒരു സമയക്രമം അത് കാരണം താളം തെറ്റി എന്നുള്ളത് സത്യമാണ്. ഞാൻ പറയട്ടെ, ഇത് കോൺഗ്രസ് നേതാക്കന്മാർ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചാണ്, നിങ്ങൾ ഞങ്ങളുടെ അവസാന തീരുമാനം വരെ ഒന്ന് കാത്തു നിൽക്കുക. ആരെങ്കിലും പറയുന്ന കേട്ടോണ്ട് വാർത്ത കൊടുത്തു പ്രശ്നമാണ്, അത് കേട്ട് കുറേ പേര് പ്രശ്നം ഉണ്ടാക്കാനും, നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ കൊടുക്കുന്ന വാർത്ത അത് വിശ്വസിച്ചുകൊണ്ട് കുറേ പേര്. കോൺഗ്രസിന്റെ അന്തിമ തീരുമാനം ഒന്ന് വന്നോട്ടെ, വന്നിട്ട് നമുക്ക് പരിശോധിക്കാം എവിടൊക്കെയാണ് അസംതൃപ്തിയുള്ളത് ഈ കാര്യങ്ങൾ. ഇപ്പോഴും ഞാൻ പറയുന്നില്ല ആരാണ് എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഇതും വാർത്തകളാണ് വരുന്നത്. മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരിങ്ങനെ പറയും, നിങ്ങളത് കേട്ടുകൊണ്ട് പറയും. അതാണ് സംഭവിക്കുന്നത്. RSPക്ക് 5 സീറ്റുണ്ട്. 5ാമത്തെ സീറ്റിൽ ഞങ്ങൾ സ്വതന്ത്രനായി ആയിട്ടുള്ള സഖാവ് കുഞ്ഞുകൃഷ്ണനെ പിന്തുണയ്ക്കുന്നു. കണ്ണൂർ എത്ര സീറ്റുണ്ട്? അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് വെച്ചല്ലോ. അല്ല, ഇത്രയുമൊക്കെ റൈറ്റിംഗ് ഓൺ ദ വാൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള കേരള രാഷ്ട്രീയത്തിൽ ചിന്തിക്കാനൊക്കുന്ന കാര്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ സീനിയർ മോസ്റ്റ് നേതാവായ TK ഗോവിന്ദനാണ് ഇന്നലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചത്. അതായത് അതൊന്നും ഇത് അവരത് നിസ്സാരവൽക്കരിച്ച് പൊയ്ക്കോട്ടെ, പക്ഷെ മാധ്യമങ്ങൾ നിങ്ങൾ കാണേണ്ട ഗൗരവത്തിൽ തന്നെ അത് കാണേണ്ടതുണ്ട്. അല്ല, അവർ തീരുമാനിക്കട്ടെ. എനിക്കാകെ ആഗ്രഹമുള്ളത് CPMനെ റീപ്ലേസ് ചെയ്ത് BJP വരല് എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവർ ഏതൊക്കെ തലത്തിൽ ശുദ്ധീകരണം ആവശ്യമുണ്ടെന്ന് അതിനകത്ത് നിൽക്കുന്നവർക്കറിയാം. അവരത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നടക്കട്ടെ. BJPയിലേക്ക് ഇത്രയും ഇതുണ്ടായിട്ട് ഇന്നലെ ഒരു MLA ഇവിടെ പോയി. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ പാർട്ടികൾക്ക് സംഭവിക്കുന്ന അപജയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി കൂടെ നിർത്തണമെന്ന് അത് കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുന്നത്, സാഹചര്യം വിലയിരുത്തിക്കൊണ്ട്. പക്ഷേ സ്ഥാനാർത്ഥിയാക്കാൻ ഏത് പാർട്ടിയിലേക്കും പോകാൻ, BJPയിലേക്ക് പോകാൻ ഒരു മടിയില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വരുമ്പോൾ അത് വളരെ ഗൗരവമേറിയ ഒരു അപജയത്തെ സൂചിപ്പിക്കുന്നതാണ്, ചൂണ്ടിക്കാണിക്കുന്നതാണ്. നിങ്ങൾക്കറിവുള്ള എന്താണ്? ഞാൻ പറയാം. ഒരിക്കലും ജയിക്കത്തില്ലെന്നല്ലേ പറയാം. ഞാനൊരു കണക്ക് പറയട്ടെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടുന്ന് പിന്നിലായത് കേവലം 13,000 വോട്ടിനാണ്. കുഞ്ഞേഷൻ പോലൊരു സഖാവ് അവിടെ മത്സരിക്കുമ്പോൾ
നേതാക്കന്മാർ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും ലളിത ജീവിതവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനുമൊക്കെ അവിടെ ഒരു പ്രാധാന്യമുണ്ട്. അദ്ദേഹം അതിൽ നിന്ന് 6500 വോട്ട് കൂടി ഇപ്പുറത്ത് പിടിച്ചാൽ ജയിച്ചില്ലേ എന്ന്. അതുകൊണ്ട് ഇത്തവണ പ്രവചനങ്ങൾക്ക് നിങ്ങൾ നിൽക്കല്, അസാധ്യമെന്ന് ചിന്തിക്കുന്നത് പലവും ഇത്തവണ സംഭവിക്കും. സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നതിന് മുമ്പല്ലേ എക്സിറ്റ് പോൾ? ചോദിക്കട്ടെ, ആര് ഏത് സർവേ വേണമെങ്കിൽ നടത്തിക്കും? കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു എക്സിറ്റ് പോൾ വന്നാൽ അത് മലയാളി പുച്ഛിച്ച് കേരളത്തേ ഉള്ളൂ. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. എക്സിറ്റ് പോളുകൾക്ക് തെറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചനങ്ങളിൽ ഏറ്റക്കുറച്ചിൽ വരാം. പക്ഷെ കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന കണ്ടെത്തൽ വിചിത്രമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ.